എക്സലൻറ്റ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് കുറഞ്ഞ ചിലവിൽ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച നമ്മുടെ ഈ ചാനൽ വിവിധ കാരണങ്ങളാൽ വിദ്യാഭ്യാസം മുടങ്ങി തുടർ പഠനം ആഗ്രഹിക്കുന്ന വ്യക്തികളിലേക്ക് എത്തിക്കുന്നതിനായി ഈ വീഡിയോകൾ ഷെയർ ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണമെന്നും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഇന്ന് എടുക്കുന്നത് 3-ാം യൂണിറ്റിലെ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ് ഓഫ് അമേരിക്ക എന്ന ടോപ്പിക്കാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റായ ഒരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഇത് ശ്രദ്ധാപൂർവം പഠിക്കുകയും ഇതിനോടൊപ്പം കൊടുത്തിരിക്കുന്ന നോട്ട്സ് എഴുതി പഠിക്കുകയും എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുകയും വേണം. 300 വാക്കുകളിലാണ് ഉത്തരം എഴുതേണ്ടത്. എസ്സേ എഴുതേണ്ട ക്രമത്തിലാണ് നോട്ട്സ് കൊടുത്തിരിക്കുന്നത്. സംശയമുള്ളവർ വാട്സാപ്പ് ചെയ്താൽ എസ്സേ അയച്ചു തരുന്നതാണ്. ഇതുമായി ബന്ധപ്പെടുന്ന ഒരു ചോദ്യം വരുന്നത്, ട്രേസ് ദ ഹിസ്റ്ററി ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക അല്ലെങ്കിൽ ട്രേസ് ദ എവല്യൂഷൻ ഓഫ് സോഷ്യൽ വർക്ക് ഇൻ ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നാണ് കഴിഞ്ഞ പരീക്ഷകളിൽ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നേരിട്ട് ക്ലാസ്സുകളിലേക്ക് പോകാം. ആദ്യമത്തെ ടോപ്പിക്ക് അതിൻ്റെ ഇൻട്രഡക്ഷനാണ്, എസ്സേയുടെ ഇൻട്രഡക്ഷനാണ്. അത് നമ്മൾ ഹെഡിങ് കൊടുക്കുന്നത് ദ റൂട്ട്സ് ഓഫ് സോഷ്യൽ വർക്ക് ഇൻ അമേരിക്ക എന്നാണ്. അതായത് അമേരിക്കയിലെ സാമൂഹിക പ്രവർത്തനത്തിൻ്റെ അടിത്തട്ട് എന്താണ്, ആ വേരുകൾ, അതായത് അതിൻ്റെ അടിസ്ഥാനം എന്താണ് എന്നാണ്. അതിനെക്കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ഇംഗ്ലീഷ് ദരിദ്ര നിയമനിർമ്മാണമാണ് അമേരിക്കയിലെ ദുരിതാശ്വാസ സംവിധാനങ്ങൾക്ക് അടിത്തറ പാകിയത് എന്ന് നമുക്കറിയാം. 17-ാം നൂറ്റാണ്ടിൽ ഇംഗ്ലീഷ് കോളനിക്കാർ അവരുടെ നിയമങ്ങളും ആചാരങ്ങളും സ്ഥാപനങ്ങളും അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. വ്യവസായവൽക്കരണം, നഗരവൽക്കരണം, കുടിയേറ്റം എന്നിവ മൂലമുണ്ടായ സാമൂഹിക പ്രശ്നങ്ങൾക്ക് മറുപടിയായി 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ 3 സാമൂഹിക പ്രസ്ഥാനങ്ങൾ ഉയർന്നു വന്നു. ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റീസ് അഥവാ COS, സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ്സ് ആൻഡ് ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ്സ് എന്നീ പ്രസ്ഥാനങ്ങളാണ് കടന്നു വന്നത്. അതിൽ ഒന്നാമത്തേതാണ് ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റികൾ അഥവാ COS മൂവ്മെൻറ്റ്സ്. 1877 ന്യൂയോർക്കിലെ ബഫലോയിൽ സ്ഥാപിതമായ COS അഥവാ ചാരിറ്റി ഓർഗനൈസേഷൻ സൊസൈറ്റി മൂവ്മെൻറ്റ്സ് എന്ന പ്രസ്ഥാനം സാമൂഹിക ക്ഷേമത്തിൽ ശാസ്ത്രീയ രീതികൾ പ്രയോഗിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആരംഭിച്ചത്. ഇംഗ്ലീഷ് പുരോഹിതനായ എസ് ഹംഫറീസ് ഗൂർട്ടിൻ ആണ് US-ലെ ആദ്യത്തെ COS സ്ഥാപിച്ചത്. 15 വർഷത്തിനുള്ളിൽ അമേരിക്കൻ നഗരങ്ങളിൽ 92 COS ഏജൻസികളുമായി ബഫല്ലോ COS സമാന സംഘടനകൾക്ക് ഒരു മാതൃകയായി മാറി. അന്വേഷണം, ഏകോപനം, വ്യക്തിഗത സേവനം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുള്ള ഒരു യുക്തിസഹമായ സംവിധാനത്തിലൂടെ COS പ്രസ്ഥാനം കുഴപ്പമില്ലാത്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങളെ മാറ്റിസ്ഥാപിച്ചു. അടുത്ത് നമുക്ക് നോക്കാം സെറ്റിൽമെൻറ്റ് ഹൗസ് പ്രസ്ഥാനം. ദ സെറ്റിൽമെൻറ്റ് ഹൗസ് മൂവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 1800കളുടെ അവസാനത്തിലാണ് ഇംഗ്ലണ്ടിലെ ടോയിൻബി ഹാളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സെറ്റിൽമെൻറ്റ് ഹൗസ് പ്രസ്ഥാനം ഉയർന്നു വന്നത്. ടോയിൻബി ഹാൾ എന്ന് പറയുന്നത് ഒരു ചാരിറ്റി ഓർഗനൈസേഷനാണ്. ചിക്കാഗോയിലെ ഹാൾ ഹൗസ് പോലുള്ള സെറ്റിൽമെൻറ്റ് ഹൗസുകൾ പൗരത്വ പരിശീലനം, മുതിർന്നവർക്കുള്ള വിദ്യാഭ്യാസം, കൗൺസിലിംഗ് തുടങ്ങിയ സേവനങ്ങൾ നൽകുന്നുണ്ട്. സെറ്റിൽമെൻറ്റ് ഹൗസ് തൊഴിലാളികൾ ദരിദ്രർക്കിടയിൽ താമസിക്കുകയും അവരുടെ നേരിട്ടുള്ള അനുഭവം നേടുകയും നൈബർഹുഡ് സെൻറ്റർ അഥവാ അയൽപക്ക കേന്ദ്രങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യുമായിരുന്നു. ചൈൽഡ് വെൽഫെയർ പ്രസ്ഥാനം അഥവാ ദ ചൈൽഡ് വെൽഫെയർ മൂവ്മെൻറ്റ്സ് 1853 തുടങ്ങുന്നത്. ചിൽഡ്രൻസ് എയ്ഡ് സൊസൈറ്റി, അതുപോലെ തന്നെ 1875 സ്ഥാപിതമായ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ചിൽഡ്രൻ എന്നിവയിൽ വേരൂന്നിയ ചൈൽഡ് വെൽഫെയർ പ്രസ്ഥാനം അനുയോജ്യമല്ലാത്ത വീടുകളിൽ നിന്നു കുട്ടികളെ രക്ഷപ്പെടുത്തുന്നതിലും
ആരോഗ്യകരമായ അന്തരീക്ഷത്തിൽ അവരെ പാർപ്പിക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ചൈൽഡ് വെൽഫെയർ ഏജൻസികൾക്ക് ഇടുങ്ങിയ ലക്ഷ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അവരുടെ പ്രവർത്തനങ്ങൾ ആധുനിക ശിശുക്ഷേമ സേവനങ്ങൾക്ക് അടിത്തറയിട്ടു. ഇന്ന് നമ്മൾ കാണുന്ന ശിശുക്ഷേമ സമിതികളുടെ സ്ഥാപനങ്ങളൊക്കെ അതിൻ്റെ പിൻപറ്റി ഉണ്ടായിട്ടുള്ളതാണ്. ഇനി നമുക്ക് ദ ലെഗസി ഓഫ് ദ 3 മൂവ്മെൻറ്റ്സ് ഒന്ന് നോക്കാം. അതായത് ഇതിൻ്റെ കൺക്ലൂഷനിലേക്ക് നമ്മൾ പോവാം. ഈ 3 പ്രസ്ഥാനങ്ങളിലെയും പൈതൃകം അത് നമുക്ക് നോക്കാം. ഈ 3 പ്രസ്ഥാനങ്ങളും സാമൂഹിക പ്രവർത്തനത്തിൻ്റെ വളർച്ചയ്ക്ക് വളരെയധികം സംഭാവന നൽകിയിട്ടുള്ളതാണ്. ഗ്രൂപ്പ് വർക്ക്, സോഷ്യൽ ആക്ഷൻ, കമ്മ്യൂണിറ്റി ഓർഗനൈസേഷൻ തുടങ്ങിയ രീതികൾ സ്ഥാപിച്ചു. ആധുനിക സാമൂഹിക പ്രവർത്തന വിദ്യാഭ്യാസത്തിൻ്റെയും പ്രസിദ്ധീകരണങ്ങളുടെയും വികാസത്തിന് അത് കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് COS പോലുള്ള പ്രസ്ഥാനം ശാസ്ത്രീയ രീതികൾക്കും വ്യക്തിഗത സേവനത്തിനും പ്രാധാന്യം നൽകി. പ്രൊഫഷണൽ സാമൂഹ്യ പ്രവർത്തനത്തിന് അടിത്തറയിട്ടു. ഇങ്ങനെ നമ്മൾ ഇന്ന് കാണുന്ന സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന ശില ആരംഭിച്ചത് അമേരിക്കയിൽ നിന്നാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അപ്പോൾ ഇത് വളരെയധികം പ്രധാനപ്പെട്ട ഒരു എസ്സേയാണ്, ഒരു ടോപ്പിക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിർത്തുന്നു. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നമ്മൾ പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഈ ടോപ്പിക്കുകളിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾക്ക് മികച്ച ഉത്തരം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.